ഹായ്. ജിത്തു മാധവ് എഴുതി ശ്രീജിത്ത് ബാബു ആദ്യമായി സംവിധാനം ചെയ്ത ഒരു കോമഡി റൊമാൻറ്റിക് ചിത്രമാണ് പൈങ്കിളി. ഈ സിനിമയുടെ നിർമ്മാണത്തിൽ നമ്മുടെ ഫഹദ് ഫാസിലും ജിത്തു മാധവ് കൂടിയുണ്ട്. അവർ രണ്ടുപേരുമാണ് ഇതിന്റെ ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് സജിൻ ഗോപു, അനശ്വര രാജൻ, റോഷൻ ഷാനവാസ്, ജിസ്മ വിമൽ, ചന്തു സലീകുമാർ, റിയാസ് ഖാൻ, ലിജോ ജോസ് പള്ളിശ്ശേരി, അബു സലീം, ഇവരൊക്കെയാണ് ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രമായിട്ട് ഉള്ളത്. എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ സിനിമ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. ചില ഭാഗങ്ങൾ മാത്രമാണ് കോമഡീസ് നമുക്ക് അത്രയ്ക്കും ഫീലിങ്സ് വരാണ്ടിരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിലുള്ള ഇവരുടെ ക്യാരക്ടേഴ്സിന്റെ പേര് എന്ന് പറയുന്നത് നമ്മുടെ സജിൻ ഗോപുവിന്റെ പേര് സുഗു, അതേപോലെ റോഷൻ ഷാനവാസിന്റെ പേര് പാച്ചൻ, പിന്നെ നമ്മുടെ അനശ്വര രാജന്റെ പേര് ഷീബ, അതേപോലെ ജിസ്മ വിമൽ. അവര് യൂട്യൂബിലൊക്കെ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതേപോലെ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ്. അവർ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പേര് സുമ. പിന്നെ നമ്മുടെ സലീം കുമാറിന്റെ മകൻ, അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞായി. അപ്പോൾ ഇവരൊക്കെയാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേര് വരുന്നത്. അപ്പോൾ നമ്മുടെ പാച്ചനും സുഖവും കൂടിയിട്ട് അവരുടെ ഒരു പ്രിന്റിംഗ് ഷോപ്പ് ഉണ്ട്. അപ്പൊ അതിലോട്ടൊരു വേറൊരു പ്രിന്റിങ്ങിന്റെ ഒരു സംഭവം മേടിക്കാൻ വേണ്ടിയിട്ട് ഇവര് കോയമ്പത്തൂർ പോകുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് ഇവരൊരു ബുള്ളറ്റ് ഉണ്ട്. ആ ബുള്ളറ്റ് ഒരു കള്ളടിച്ച് മാറ്റി കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ അടിച്ചിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ അടിച്ചിട്ട സമയത്ത് ആ കള്ളൻ മരണപ്പെടുന്നുണ്ട്. അപ്പൊ അതിനുശേഷം അതായത് സുഖവും പാച്ചനും കൂടിയിട്ട് ആ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ അടുത്ത് പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നതാണ്, നിങ്ങൾക്കൊരു മെന്റലി പ്രോബ്ലം ഉള്ളതാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുകയാണെങ്കിൽ ഈ കേസിൽ നിന്നിട്ട് ഒഴിവാകാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഇവരൊരു മെന്റലി അങ്ങനെ ഒരു സംഭവത്തോട്ട് പോയി അവിടുന്ന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഭവം രസമാണ്. അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സുഖുവിന്റെ അമ്മയും അവരുടെ കൂട്ടുകാരും, അതായത് കുടുംബശ്രീ ആൾക്കാർ, അവരൊരു ട്രിപ്പിന് യാത്രക്ക് പോകുന്ന സമയത്ത് ഇവനെ കാണുകയും ഇവന് മെന്റലി ആണെന്നുള്ള ഒരു സംഭവം അറിയുകയും ഇവൻ നാട്ടിലോട്ട് വരുമ്പോൾ ആ നാട്ടിലെ മൊത്തം ആ ഒരു സംഭവം പരക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രസമുണ്ട് ആ ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അനശ്വര രാജിന്റെ ഒരു ക്യാരക്ടറോട്ട് വരുന്ന സമയത്ത് ഷീബ എന്നാണ് ആ ഒരു ക്യാരക്ടറിന്റെ പേര്. അവളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ നിന്നും പുറത്ത് ചാടി വീണ്ടും പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാളെ ലൈനാക്കി അവരോടൊപ്പം ചേർന്ന് അവർ പഠിപ്പിക്കും എന്നുള്ളൊരു ചിന്തയിലാണ് പോകുന്നത്. അങ്ങനെ ആദ്യം റിയാസ് ഖാന്റെ ഒരു ക്യാരക്ടറുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഇതേപോലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇവള് വിചാരിക്കുന്ന ഒരു സംഭവം അല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വിടുന്നുണ്ട്. അതേപോലെ രണ്ടു മൂന്ന് ആൾക്കാരും ഇതേപോലെ വിട്ട് കളയുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ ചന്തുവിന്റെ ക്യാരക്ടറിലോട്ട് ഇവള് ഓക്കെ ആയിരിക്കുന്ന സമയത്താണ് ചെറിയ പ്രശ്നങ്ങൾ വരുന്നത്. ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നമ്മുടെ സുഗു ഇവളെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ ഉണ്ടാവുന്ന കുറച്ച് കോമഡീസും, പിന്നെ ഇവനക്ക് ആദ്യം താല്പര്യമുണ്ടാവില്ല, പിന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന സമയത്ത് ഇവളതിനെ റിജക്ട് ചെയ്ത് പോകുന്നതും, പിന്നെ അവനക്ക് മൊത്തത്തിലൊരു പ്രാന്തിന്റെ ഒരു സംഭവം കാണിക്കുന്നത്, അങ്ങനെ കുറച്ച് കോമഡീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആയിട്ടില്ല, എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീക്വൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ജിസ്മ വിമൽ, അവരും നല്ല അടിപൊളിയായിട്ട് തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പേര് ഇതിൽ സുമ എന്നാണ്. അങ്ങനെ ലാസ്റ്റ് എൻഡ് ഓഫ് ഈ സുമ നമ്മുടെ സുഗുവിനെ പണ്ടേ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇവൻ റിജക്ട് ചെയ്യാണ്. ഇവന്റെ ഒരു ഫ്രണ്ടിന്റെ പെങ്ങളായ കാരണം കൊണ്ട് എനിക്കും അവളൊരു പെങ്ങളാണെന്നുള്ള രീതിയിൽ. പക്ഷെ അത് പിന്നീട് ലാസ്റ്റ് എൻഡിലോട്ട് വരുന്ന സമയത്ത് അതൊക്കെ തട്ടിമറിച്ച് അവര് ഒന്നായി പോകുന്ന ഒരു സിനിമയാണ്. ഒന്നായി പോകുന്ന ഒരു രീതിയിലാണ് ഈ സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഓവറോൾ ഈ സിനിമ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഇവിടെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് കാര്യമുള്ളതല്ല, എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കോമഡി റൊമാൻറ്റിക് ചിത്രം തന്നെയാണ് പൈങ്കിളി. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അവരെന്തായാലും സിനിമ കണ്ടോളൂ, നല്ല പടമാണ്. കണ്ടവരെന്താണെങ്കിലും അതിന്റെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അടിക്കണം. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.